അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവവും. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം God does everything for good. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13 verse 7. Jesus answered and said unto Peter, What I do you know not now, but you shall know hereafter. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. നാം നേരിടുന്ന തിക്തമായ അനുഭവങ്ങളിൽ കൂടിയുള്ള പ്രയാണത്തിൽ യേശുവിന്റെ ഈ വചനം നമുക്ക് വളരെ വളരെ ആശ്വാസം ഉളവാക്കുന്നതാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം അത് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. റോമാലേഖനം 8:28. റോമൻസ് ചാപ്റ്റർ 8 verse 28. And we know that all things work together for good to them that love God, to them who are the called according to his purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ആമേൻ. നമ്മുടെ ഉപരി നന്മയാണ് ദൈവത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ഉപരി നന്മയാണ് ദൈവത്തിന്റെ ലക്ഷ്യം. തൽക്കാലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് അത് നമുക്ക് ബോധ്യമാകും. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണല്ലേ. പലപ്പോഴും ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമ്മളുടെ ഈ ചെറിയ ബുദ്ധിയിൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ സമയമെടുത്തത് മനസ്സിലാകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിത സാക്ഷ്യമല്ലേ ഇത്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ദൈവത്തോട് നാം കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുഖാന്തരമായി തീരുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ദൈവത്തിന്റെ മഹത്വത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കുകയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നതിൽ ഒരു സംശയം വേണ്ട. യേശുവേ, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ നന്മയ്ക്കായി മാത്രം സകലവും ചെയ്യുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം ഇന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി മാത്രം ചെയ്യുന്നുവെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാദേവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഓരോ കൂട്ടായ്മകളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ. സ്തോത്രം. ഇന്ത്യ ഐക്യതയുള്ള ഒരു രാജ്യമായി മാറട്ടെ. അകത്തുനിന്നും പുറത്തുനിന്നും ഇന്ത്യക്കെതിരെ ഉയരുന്ന എല്ലാ ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങളെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ദേശം മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെ, തമിഴ്നാടിനെ, കർണാടകത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവ്. പെരുകി വരുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനുള്ള പരിജ്ഞാനം ഓരോ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്നും അതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ദുഷ്ട പ്രവർത്തനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് കുഞ്ഞുങ്ങൾ ശക്തമായി അതിനെതിരെ ഉയരുവാൻ മക്കളെ സഹായിക്കണമേ. ദുഷ്ടശക്തി കുഞ്ഞുങ്ങളെ കരങ്ങളെടുത്തുകൊണ്ട് ലോകത്തിൻ്റെതായ ചിന്തകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറ്റിവിട്ട് മകളുടെ ഭാവിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കൾ അതിനെതിരെ പൊരുതുവാനുള്ള സ്വർഗീയ ശക്തി മക്കൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകൾക്കായി സ്തോത്രം. അതിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ് രംഗങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മേഖലയിൽ ഉയരുന്ന എല്ലാ ടെൻഷനും മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ജോഷുവയെ അവിടുന്ന് നയിച്ചതുപോലെ കർത്താവേ, കൃതാർത്ഥരായി ഭയരഹിതരായി മുൻപിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ അവിടുന്ന് സ്വർഗത്തിൻ്റെ ശക്തി അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൂരസഞ്ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഡ്യൂട്ടിയിൽ അവർ നേരിടുന്ന എല്ലാ ടെൻഷനും പ്രയാസങ്ങളും അതുപോലെ തന്നെ തമ്മിലുള്ള പകയും വെറുപ്പും വൈരാഗ്യവും എല്ലാം മാറി സ്വസ്ഥതയോടെ സമാധാനത്തോടെ കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവേ, അവരുടെ ബുദ്ധിമുട്ടലത്തെ അനുഗ്രഹിക്കണമേ. അവരെ പഠിക്കുന്ന നന്നായി ഗ്രഹിച്ചുകൊണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ മക്കളെ സഹായിക്കണം. ഇത്രത്തോളം മക്കളെ സഹായിച്ചുവല്ലോ, തുടർന്നും കൃപയിൽ അവിടുത്തെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് മക്കളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. സ്തോത്രം. രോഗികളായിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല രോഗത്തിനും അവിടുന്നാണല്ലോ വൈദ്യനും മരുന്നും. ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നതിനായി നന്ദി. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ തിരുവചനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. തുടർമാനമായി ഇതുപോലെയുള്ള ആത്മീക സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ എല്ലാ ദിവസവും പ്രഭാതത്തിലും ഈവനിങ്ങിലും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. അതിൻ്റെ ഐഡിയും ലിങ്കും പാസ്വേഡുമൊക്കെ ലഭിക്കുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.